ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ഞാൻ നാട്ടിൽ വരുന്ന വ്ളോഗ് നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ളൊരു കിടിലം വ്ളോഗ് ഉണ്ട്. കിടിലം വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സർപ്രൈസ് റിവീലിംഗ് വ്ളോഗായിരുന്നു. ആ സർപ്രൈസ് വ്ളോഗ് ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് സർപ്രൈസ് റിവീൽ ചെയ്ത് വീട്ടിൽ പോയി എല്ലാവരും റിയാക്ഷൻ കിട്ടി. അങ്ങനത്തെ ഒരു അടിപൊളി വീട്ടുകാരെയും കൂടി സർപ്രൈസ് ചെയ്യുന്ന ഒരു വ്ളോഗായിരുന്നു. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി SD കാർഡ് കുത്തി കറക്റ്റായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര അടിപൊളിയായി എടുത്തൊരു വ്ളോഗാണ്. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കറക്റ്റായി പോയി SD കാർഡ്. അത് റിക്കവർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു സാധനം റിവീൽ ചെയ്ത് അതിൻ്റെ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ തുടിക്കുകയാണ്. അതുകൊണ്ട് ആ വ്ളോഗ് റിക്കവർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. കിട്ടുവാണെങ്കിൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് റിവീല്, അത്ര ഹൈപ്പില്ലെങ്കിലും ഒരു സെക്കൻഡ് റിവീല്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സർപ്രൈസ്. ഇതാണ് നമ്മളെ സർപ്രൈസ്. നമ്മളൊരു ഫോർച്യൂണർ തൂക്കി, അതായിരുന്നു നമ്മളെ സർപ്രൈസ്. ഹൈവേന്ന് മാറിക്കോ. 2013 4x4 ഫോർച്യൂണർ, പിന്നെ 1.5 ലക്ഷം ഓടിയ ഒരു വണ്ടിയാണ്. ഇത് UK രജിസ്ട്രേഷൻ ആയിരുന്നു. അത് മാറ്റി KL രജിസ്ട്രേഷനിലേക്ക് മാറ്റി. നമ്പർ പ്ലേറ്റ് ബുക്ക് 2552. ഓക്കെ, ഈ നമ്പർ നിങ്ങൾ എവിടെയും കാണാതെ, ഇത് നമ്മുടെ വണ്ടിയാണ്, വൈബ്സോണിൻ്റെ വണ്ടിയാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, നമ്മളോടൊന്ന് സംസാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സർപ്രൈസ്. ഇതിൻ്റെ രണ്ടാമത്തെ സർപ്രൈസ് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മളെ ടീം, വൈബ്സോൺ ടീം. ശ്രീരാജ്, ആശർ, ഞാൻ. ഇനി രണ്ട് മുതലും കൂടി ഉണ്ട്. ഇന്ന് ഗൾഫിൽ നിന്ന് ലാൻഡ് ആവും. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ണൂരിൽ നിന്ന് തുടങ്ങി പിന്നെ കോഴിക്കോട് വന്ന് അനാനെ കൂട്ടി നമ്മളെല്ലാവരും കൂടി അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് പോവാണ്. അവിടെ 8 മണിക്ക് ലാൻഡ് ആവും. അപ്പോൾ ഒരു 9:30 ആവും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ അവിടെ എത്തണം. നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ വീഡിയോ കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ഫോർച്യൂണർ കാണിക്കും വേണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാം. അത് കിട്ടുവാണെങ്കിൽ അതും ഇടും ഇതും ഇടും. ഓക്കെ, ഇന്നിത്. നാളെ നമ്മൾ പിന്നെ മൂന്നാർ പോകുന്നുണ്ട്. മൂന്നാറിൻ്റെ കുറേ ട്രാവൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2-3 വ്ളോഗ് അങ്ങനെ വരും. ഓക്കെ, അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള പ്ലാൻ. വണ്ടി ഒന്നും കൂടി കാണിച്ചു കൊടുത്തോ, ഫ്രണ്ടും ബാക്കും എല്ലാം കാണിച്ചു കൊടുത്തോ. ഞാനും ഉണ്ട്, ശ്രീരും ഉണ്ട്. ശ്രീര് നല്ല ഉറക്കപ്പിച്ചിലാണ്, ഉറങ്ങി എണീറ്റില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഇതിൻ്റെ ലുക്ക്. അതിൻ്റെ പഴയ ലുക്ക് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണും. ടോട്ടല് മാറ്റി, മൊത്തത്തിൽ മാറ്റിയിട്ടാ. ഒരു മാസം അല്ലടാ, ഒരു മാസത്തിന്റെ പ്ലാനിങ്ങും പരിപാടി. ഒരു മാസം മുന്നേ വണ്ടി എടുത്ത്, അത് കഴിഞ്ഞ് ഒരു മാസത്തോളം പ്ലാനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുൾ സാധനം എടുത്ത് ഹെഡ്ലൈറ്റ് മാറ്റി, ഫോഗ് മാറ്റി, അതിൻ്റെ ഗ്രില്ല് മാറ്റി, നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്ത് ഫുള്ള് മാറ്റി. വണ്ടി അടിപൊളി ലുക്ക് മാറ്റി. നിങ്ങൾ കണ്ടല്ലേ ആ പഴയ ലുക്ക് ഇപ്പം ഭയങ്കര വ്യത്യാസമില്ല. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടാം. വൈബ്സോണിന്റെ ലോഗോ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സൈനാണിത്, വൈബ്സോണിന്റെ ലോഗോ. എവിടെ കണ്ടാലും വന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ഈ കിറ്റൊക്കെ കയറ്റി റിവേഴ്സ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഇത് മാറ്റി. പിന്നെ ഇത് ഹാഷറിന്റെ ഒരു എക്സ്ട്രാ, അറിയാത്തവര് ഇതിൽ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇവനാണ് വണ്ടീന്റെ പണി മൊത്തം ഒന്ന് പ്ലാനാക്കി എന്നെ ഹെൽപ്പ് ചെയ്തു ഇങ്ങനത്തെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് കേട്ടോ. താങ്ക് യു ഹാഷർ, വെൽക്കം. പിന്നല്ല, അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഇത്രയും നാളായിട്ട് പിടിച്ചു വെച്ച സർപ്രൈസ്. ഇനി എനിക്ക് ധൈര്യമായിട്ട് സ്റ്റോറി സ്റ്റാറ്റസ് ഇടാം. ഞാൻ കൊതിക്കായിരുന്നു ഒന്ന് ഇടാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ. 2552. അപ്പൊ ഗൈസ് ഓക്കെ അല്ലേ? പോവല്ലേ? നിങ്ങൾക്ക് സർപ്രൈസ് ആയില്ല എന്തായാലും. ഇവന്റെ സെക്കൻഡ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് അറിയാം. ഇവൻ ഓൾറെഡി സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്ത് അവർ ഓൾറെഡി വണ്ടി കണ്ടു. പക്ഷെ വ്ളോഗ് അവർ കണ്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നമ്മളതിലുള്ള സാധനം അല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് അത് റിക്കവറായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ അടുത്ത വ്ളോഗിലേക്ക് കിടക്കും. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എയർപോർട്ട് പോകുന്നു, അവനെ പിക്ക് ചെയ്യുന്നു, ബാക്കിയുള്ള പരിപാടികൾ. പിന്നെ നമ്മളൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡ് വൈബ്സോൺ. ഓക്കെ, വൈബ്സോണിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് ചെയ്യണം, ട്രാവലുണ്ട്, എല്ലാ പരിപാടിയും കേട്ടോ. സ്റ്റേ ട്യൂൺ. ഞാൻ ഓടിക്കണോ ഗൈസ്? നമ്മൾ എവിടെയാണെന്ന് സ്ഥലം അറിയോ? നമുക്കറിയില്ല. എയർപോർട്ടിൻ്റെ ബാക്കിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലം ഉദ്ദേശിച്ചിട്ടാണ് മാപ്പ് ഇട്ടത്. പക്ഷെ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുവന്നു. ശ്രീ ഈ നിമിഷം വരെ ഉറക്കായിരുന്നു കേട്ടോ. ഈ നിമിഷം വരെ അതിപ്പോ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. നിന്നെ ഇൻസൾട്ട് ചെയ്യണം. ഗൈസ്, വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എല്ലാവരും പോയി ഫോളോ ചെയ്യാം. ശ്രീ.vc ഫോർച്യൂണറിന്റെ റീൽസ് വരുന്നുണ്ടാവും. നമ്മളിപ്പോൾ വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുള്ളത് ഫ്ലൈറ്റ് ലാൻഡിങ് അവിടെയാണ് എയർപോർട്ട്. ഫ്ലൈറ്റ് ലാൻഡിങ് കുറച്ച് അടുത്ത് നമുക്ക് കിട്ടും. ഫ്രെയിമിൽ ഫ്ലൈറ്റും കൂടി വെച്ചിട്ട് ഒരു സാധനം എന്നിട്ട് AI കൊണ്ട് വാഴയൊക്കെ റിമൂവ് ചെയ്യാം. ഏത് അതിന്റെ മെയിനാണ് ഇവിടെ. കഴിയില്ല. ഇപ്പൊ സമയത്തായി നമ്മൾ എന്നിട്ട് പിന്നെ 7:36 8 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡിങ്. പക്ക ടൈമിങ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള്
ആലപ്പുഴ. ഇന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആലപ്പുഴയിൽ പോയി ആലപ്പുഴയിൽ സ്റ്റേ അടിക്കാം. എന്നിട്ട് നാളെ ഫാരിസിനെയും കൂട്ടിയിട്ട് പോവാം. നല്ല കോട, നല്ല ആംബിയൻസ്. രാവിലെ എല്ലാവരും നടക്കാൻ ഇറങ്ങുന്നു, പണിക്ക് പോകുന്നു. നടക്കാൻ ഇറങ്ങുന്നു, നടന്നോണ്ടാ പോകുന്നു. ഈ ഫിറ്റ് മൊത്തം വൈബ്സ് ഉണ്ടല്ലേ? ലിനൻ പാൻസ്. ഫോർച്യൂണറിൽ എന്തെല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തേ? നിങ്ങൾ കുറച്ച് ഇരുട്ടത്തല്ലേ നിങ്ങൾ ഫോർച്യൂണർ കണ്ടേ? ഇതിപ്പോ ഫുൾ ചളിയാണ്. നമ്മൾ ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വരുന്നല്ലേ. വണ്ടി ഇപ്പൊ എടാ എന്ത് നല്ല വൃത്തി വാഷ് ചെയ്ത വണ്ടിയാ. ഇത് മാറ്റി, ഹെഡ്ലൈറ്റ് മാറ്റി, ഫോഗ് ലൈറ്റ്സ് മാറ്റി, പിന്നെ ഫോഗ് ലൈറ്റ്സിന്റെ പിന്നെ ഇത് ബൾബ് മാറ്റി, ഈ ബൾബ് മാറ്റി, പിന്നെ ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ മാറ്റി. ഉള്ളില് അതൊക്കെ ആ ബൾബും മാറ്റി. ആ താഴെ സംഭവം ആഡ് ചെയ്തില്ല എക്സ്ട്രാ. അത് കിറ്റിന്റെ ഈ കിറ്റ് മൊത്തം എക്സ്ട്രാ വെച്ചാ. പിന്നെ നമ്പർ പ്ലേറ്റ്, അതിന്റെ ഉള്ളിലത്തെ ലൈറ്റ്, പോലീസിന്റെ ലൈറ്റ്, പോലീസ് ലൈറ്റ്, ആ താഴത്തെ. പിന്നെ മിറർ. പിന്നെ ആദ്യത്തെ ഉണ്ടായില്ല. ചെയ്യുമ്പോ ആകെ 2 കൺസേണേ ഉണ്ടായി. ഈ സാധനം വേണം, നമ്പർ പ്ലേറ്റ് വേണം. ഞാൻ പറഞ്ഞ സാധനം ഇതാ മെയിൻ. പിന്നെ ടയറെല്ലാം സ്റ്റോക്കാട്ടാ. നൈസ് സാധനം, ബ്ലാക്ക്. വേറൊരു സംഭവം നമ്മൾ ചെയ്തെന്ന് വെച്ചാല് ടിൻഡടിച്ചു. കൂളിങ്. കാലിപ്പേഴ്സ് അല്ലല്ലോ ഇത്. ഇത് എന്ത് പെയിന്റ് അല്ല, ഡ്രം അല്ലേ? ഫ്രണ്ട് കാലിപ്പർ. നമ്മൾ വ്ലോഗ് എടുത്ത് വരുന്നുണ്ട്. ലോഗോ ഇവൻ വൃത്തിയാക്കി വെച്ചു. മാത്രം ക്ലീൻ ആക്കി ഉറക്കപ്പിച്ചത്. പിന്നെ ഇത് വെച്ചു, ഈ പിന്നെ ഇത് സ്പോയിലർ വെച്ചു. ഇതെല്ലാം ബ്ലാക്ക് അടുപ്പിച്ചാ. ഇതിന്റെ ഈ ലൈറ്റ് മാറ്റി, ടെയിൽ ലൈറ്റ് മാറ്റി. ഇപ്പം ഇന്നലെ കയറ്റിയതല്ലേ ഇത്? ക്യാമറ ഇന്നലെ കയറ്റി. ഈ ബാക്കത്തെ കിറ്റ് മൊത്തം മാറ്റി. എസ്തോട്ട് കുട്ടൻസ് സർപ്രൈസ് കൊടുത്തു. അത് സർപ്രൈസ് ആയിട്ട്. പിന്നെ ഉള്ളിൽ ചെറിയ ചെറിയ മോഡ്സ്, സ്ക്രീനും കാര്യങ്ങളെല്ലാം. ഇത് ഭയങ്കര നിന്റെ കൈ വരുമോ? കൈ കയറുന്നതിലല്ല കാര്യം, തുറക്കാറിയണം. ഡാം ബ്രോ. ആഷറിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനത്തെ ഇതിന്റെ ഉള്ളിലെല്ലാം പെയിന്റ് അടിക്കണം. അതിനുള്ള പെയിന്റ് അടിക്കണം. ഇതിപ്പോ ഒന്നും മാറ്റിട്ടതാ. ഒന്നും പറ്റില്ല. പിന്നെ കുറച്ച് പിന്നെ വൈപ്പർ ഫ്ലൂയിഡ്. ഗൈസ് ഞാനിവിടെ കയറിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ ഒരു എമിറേറ്റ്സ് നോക്കിയേ, ഹാഷറിന്റെ ക്ലിക്ക് നോക്കിയത്. എടാ ബ്രാൻഡിങ് ഉണ്ടേ. ഇറങ്ങ്. ഇരുട്ട് ഭയങ്കര, ഭയങ്കര ബ്ലാക്ക്. ഡിപ്രഷൻ. കറുപ്പിനഴക്. എന്നിട്ട് എന്താ ഇനി പ്ലാൻ? ഓൺലൈനായി എനിക്ക് എടുത്തിട്ടോ? ഇല്ല, ഇനി ഫ്ലൈറ്റ് ഇപ്പോഴേ വരില്ല. ഇനി ഞാൻ വ്ളോഗ് എടുക്കൂല. കിട്ടില്ല സൈക്കിൾ. അത് ഒന്നിന്റെ സൈക്കിൾ കിട്ടില്ല. സൈക്കിൾ ഒന്നിന്റെ സൈക്കിൾ അറിയില്ല. ഒന്നിന്റെ സൈക്കിൾ ഓൾഡ് ടേംസ് അത്. ഒന്നിന്റെ സൈക്കിൾ ഉണ്ട്, മുക്കാലിന്റെ സൈക്കിൾ ഉണ്ട്. ആരാ? ഹൈറ്റ് ഡിഫറൻസ് ഇതൊക്കെ വലിയ സാധനം. ഇങ്ങനെ ബ്രേക്കെല്ലാം വരുന്നത്. എനിക്ക് പണ്ട് ഹെർക്കുലീസിന്റെ മറ്റേ ഇതാണ് ചോന്നത്. ഞാൻ കേട്ടില്ലേ? ഞെട്ടിക്കല ആവശ്യപ്പെട്ട അതെന്താ? ഇതെന്താ പരിപാടി? ഇത് പക്ഷികളെ പറത്താൻ വേണ്ടിട്ട്. അങ്ങനെയാന്ന് ഹാച്ചർ പറഞ്ഞത്. ഞാൻ ചിലപ്പോ പറയുന്നത് പണ്ടത്തേക്കും അല്ലല്ല കാര്യം, പക്ഷീനെ പഴിക്കാൻ വേണ്ടി പൊട്ടിക്കുന്നു. ഉറപ്പാ? ഉറപ്പാ. ഞാൻ നേരത്തെ ആരുടെ വെടി വെക്കുന്നത്. പിന്നെ വെറുതെ എയർപോർട്ടിന്റെ ഉള്ളിൽ വെടി പൊട്ടിച്ചാ വിളിക്കും. അതില്ല. ചിലപ്പോ കോടയായിട്ട് ഫ്ലൈറ്റില് നമസ്കാരം. നമ്മളെ പൂക്കിനെ എടുത്തിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പിന്നെ നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷം നോക്കി പോയതാണ്. എത്തിയത് ശരവണ ഭവൻ. ഇവിടെ ശബരിമലയെക്കാട്ടി തിരക്കാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് വരും. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഇന്ന് തന്നെ മിക്കവാറും ആലപ്പുഴ പിടിക്കും. കാരണം ഫാരിസ് ഒരുത്തരും കൂടി ഉണ്ട്, അതാണ് മെയിൻ. ഫുഡ് കഴിക്കാം. എന്നിട്ട് നല്ല റൂം നോക്കി സ്റ്റേ അടിച്ച് ഒന്ന് ഫ്രഷായി നമ്മൾ ഫോട്ടോഷൂട്ടിൽ പോവാം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് സെറ്റാണ്. പവറല്ലേ? പിന്നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞു. കൊറിയല്ലോ തൊട്ടിട്ടു. ആച്ചർ കോമഡി ആണ്. അവിടെ പോയിട്ട് കുറിയൽ ഇങ്ങനെ കാണുന്നത്. ഇവരിങ്ങനെ നോക്കിയിട്ട് മച്ചൻ ഇതെന്താ തിന്നേണ്ട സാധനമാണോ? ഞാൻ അതല്ലാതെ കുറിയ ഒരുത്തനോ വിളിച്ചിരിക്കുന്നൊക്കെ വ്ളോഗ് തുടങ്ങുമ്പോൾ എല്ലാവരും തിരിഞ്ഞിരിഞ്ഞു പോവാ. അതുവരെ നല്ല വർത്താനം. നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ശരവണ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്താണുള്ളത്. അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നല്ല റൂം നോക്കണം, ഒന്ന് ഫ്രഷ് ആവണം. ഫോട്ടോഷൂട്ടിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവണം എല്ലാവരും. എടാ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? ചളിയായി. അതിപ്പം വായിക്കാം അതോ ഇതായ
ലൈക്ക് എടാ നീ ശരിക്കും ഇങ്ങനെ എഴുതുക അമേരിക്കൻസ് ഇങ്ങനെ എഴുതുക അമേരിക്കൻസ് എങ്ങനെ അറിയാം ഫുൾ ക്യാപ്സ് ഇടില്ല ഫുള്ള് ലോർ ഇടില്ല അവിയില് പോലെ ഓക്കെ അത് 3.vc. ഓ അതോ പോവാ അടുത്ത പരിപാടി നോക്കാം മൊത്തേ പൊന്നെ മെയിനാണ് പക്ക പൂക്കിയേ നമ്മുടെ ചിഹ്നം കസേര. കസേരൊക്കെ വോട്ടിയെന്ന് ആലോചിക്ക് കോൺട്രവേഴ്സിയാവാ നമുക്കുണ്ടാവും പേടി നമുക്ക് നമ്മളെ അഭിപ്രായം പറഞ്ഞൂടെ പേടിക്കണ്ട ആരെങ്കിലും ഇത് കൊള്ളാം, ഞാൻ തിരിച്ച് അമേരിക്ക പോയിട്ട് ഇത് പോസ്റ്റ് ചെയ്തു ഇത് കൊള്ളാം. പക്ഷെ ഇത് കോട്ടർ സിപ്പർ ഇവിടെ എല്ലാ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ലിനൻ ഷർട്ട് ലിനൻ ഷർട്ട് പോളോ കോട്ടർ സിപ്പർ ബാക്കി വരും. പിന്നെ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി എല്ലാവരും റെഡിയായി സെറ്റായി അയാൾ കുറച്ച് കിടന്നുറങ്ങി ഫ്ലൈറ്റ് യാത്ര ക്ഷീണം എല്ലാം മാറ്റി അതിന്റെ വീഡിയോ വെക്കണം. ഇത് പറഞ്ഞു നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ അവിടെ എത്തിയിട്ടുള്ളത് ഇത് തന്നെയാണ് തോന്നുന്നു ക്ലബ് ബോർഡ് അതന്നെ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അരമണിക്കൂർ നേരത്തെയാണ്. കുറച്ച് കഴിയുമ്പം നമ്മൾ ഫോട്ടോഷൂട്ട് പരിപാടി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ പോകുന്നതിന് മുന്നേ കുറച്ച് കഫേസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ പോയി അത്യാവശ്യം ചെറിയ ചെറിയ റീലുകൾ എടുക്കണം. അതാണ് പ്ലാൻ. നോക്കാം, നോക്കി ചെയ്യാം കേട്ടോ. അല്ലേ അങ്ങനല്ലേ? നമ്മളെ കുട്ടിയാണ് ആനക്കുട്ടി അവിടെ ഇങ്ങനെ ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. മഴയുണ്ടോ? അതുകൊണ്ട് കഴുകണം. നമ്മളെന്തായാലും പോളിഷ് ചെയ്യുന്നുണ്ട് വണ്ടി. നമ്മൾ കൊണ്ട് കൊടുത്ത് ഈ ട്രിപ്പ് കഴിഞ്ഞ് അല്ലേ 6-ാം തീയതി നമ്മൾ കൊണ്ട് കൊടുക്കും. 7, 8, 9-ാം തീയതി നമുക്ക് വേറെ ട്രിപ്പ് കിട്ടിയാൽ സെറ്റാണ്. ഫുള്ള് പോളിഷ് ചെയ്ത് പിന്നെ മൊത്തം ക്ലീൻ ആക്കി അതിൻ്റെ ചെറിയ ചെറിയ പണികളുണ്ട് അതൊക്കെ ഒന്ന് തീർത്ത് പിന്നെ ബ്ലാക്ക് വരും. ബ്ലാക്ക് വരാനുണ്ട് അതിൽ അതൊക്കെ സെറ്റപ്പ് പൊളിക്കും. പക്ഷെ എന്നാലും ബ്ലോഗിങ് സൈഡ് മുഞ്ഞാഞ്ഞോ ഒരു സപ്പോർട്ടാ ബാക്കുന്നൊരു സപ്പോർട്ട് അപ്പോൾ ഫോട്ടോഷൂട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫുൾ ലൈറ്റപ്പ് സെറ്റപ്പ് ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ശ്രീഹരിയായിരിക്കും മോഡൽസ്. അപ്പം അങ്ങനെയാണ് സംഭവം. ഇവർ മാക്സിമം ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും. അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഹാഷർ നല്ല ഉറക്കമാണ് വണ്ടിയിൽ. അവൻ നേരത്തെ ഇങ്ങനെ ഞാൻ ഉറക്കം വരുന്നുണ്ടാ. ഞാൻ ഉറങ്ങൂല മച്ചാണ്. ഞാൻ ഇപ്പം എന്നോട് വന്നിട്ട് ഈ തരുമോ നീയും ആശറും. ആക്ച്വലി എനിക്ക് ഡോറ ഇഷ്ടം. ഡോറ എനിക്ക് ഇഷ്ടം. എനിക്ക് പണ്ട് ബെൻഡന്റെ വാച്ച് ഉണ്ടായിന്, പച്ച വാച്ച്. നൈസാണ്. പിന്നെ പവർ റേഞ്ചസ് അതറിയോ? പവർ റേഞ്ചസ് നൈസ്. എനിക്ക് നീല ഇഷ്ടം. നീല ചോപ്പ് കൊണ്ടുകൈ നീല അടിപൊളിയാണ്. എത്ര വയസ്സായല്ലേ പോത്തുകൊണ്ട് കളിയിൽ. എടാ അതുണ്ടല്ലോ നമുക്ക് തൊലിക്കട്ടി കുറച്ച് കൂടുതലായിട്ട് മറ്റേ ഞാനല്ല ഒരു മോഡലായല്ലേ. എനിക്ക് പേടിയാവുന്ന എനിക്ക് ശരിക്കും ടെൻഷൻ ഉണ്ട്. എന്നുള്ളിൽ കയറിയിട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നല്ല അവർ പറഞ്ഞു തരുമെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അല്ലേ? എനിക്ക് ആക്ച്വലി ഇവന് ഞാൻ എപ്പം പറഞ്ഞ ഇവന് മോഡൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവന്റെ ഫേസ് ഉണ്ട് കാര്യമായിട്ട്. ഞാൻ ആക്കി പറഞ്ഞോ നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്തല്ലേ സെറ്റാ. ഓൾറെഡി 1.5 മണിക്കൂറിന്റെ സ്കിൻ കെയർ എല്ലാ ദിവസം നോക്കുന്നുണ്ട്. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ അത് നോക്കില്ല. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കും, മോയ്സ്ചറൈസർ തേക്കും, അത്ര അതുണ്ട്. പച്ചവെള്ളം വെച്ചിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല. സ്മൂത്ത് സ്കിൻ പാടില്ല. ഉച്ചക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. വൈകുന്നേരം 4:30 ഇപ്പം സമയം കട്ടായിട്ട് നല്ല വിശപ്പുണ്ട്. ഫോട്ടോഷൂട്ട് അടിപൊളിയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു മന്തി സ്പോട്ട് വന്നിട്ടുണ്ട്. മന്തി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. നല്ല വിശന്നിരിക്കുകയാണ്. ഇത് നമ്മളെ പിന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഫാരിസ്. അല്ല, ഫാരിസ് ആലപ്പുഴയാണ്. നമ്മൾ അവനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആലപ്പുഴ സ്റ്റേ അടിക്കണോ, ഇവിടെ സ്റ്റേ അടിക്കണോ, മൂന്നാർ പോകണോ, കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ പ്ലാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇനീഷ്യലി തുടങ്ങിയ പ്ലാനല്ല ഇപ്പോൾ ഉള്ളത്. പ്ലാനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യം ഫുഡ് കഴിച്ച് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചിന്തിക്കാം അല്ലേ? എന്നിട്ട് ബ്രെയിൻ പ്രോസസ്സാണ്. ഹൗസ് ബോട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഹൗസ് ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഉറപ്പ് ഞാനിപ്പോൾ പറയുന്നില്ല, നോക്കി നോക്കി ചെയ്യാം നമുക്കത്. അപ്പോൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മന്തി ഓർഡർ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന കണ്ണെരിയാണ്ട് ഓ അല്ലേ? മൂന്നുപ്പിട്ട് നാരം കിട്ട് നല്ല ചൂടാണ്. ഞാനിപ്പോ കത്തിയാനാ ഞാൻ എന്താ വെച്ചാൽ ബ്ലാക്ക് ഇത് ഓൾറെഡി ഹോട്ട് ആയിട്ടാണ്. അതിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഹോട്ട് സാധനം കത്തൂല. എനക്കറിയില്ലടാ. നമ്മൾ ഒന്ന് റീചാർജ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട സോഡ നാരങ്ങ പിന്നെ ഗൈസ് പ്ലാൻ ഇപ്പം ചെറിയ രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ് ഉടനെ ആലപ്പുഴ വിടുന്നു. ഒരു 9-9:30 ആകുമ്പോൾ അവിടെ എത്തുന്നു. അതുവരെ ആയിരിക്കും ഈ വ്ളോഗ് കേട്ടോ. ഏർലി മോർണിംഗ് നമ്മുടെ ഫുള്ള് സംഭവങ്ങൾ. അടുത്തൊരു മെയിൻ ആളെ കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മുടെ മാനേജർ അവരുടെ വീട്ടിൽ പോയി കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അതാണ് നമ്മളെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. MP-യുടെ മറ്റേ MP-ന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എടാ റിവേഴ്സ് ഇടാം, ഫ്രണ്ട് ലുക്ക് കിട്ടുന്ന രീതിയില്. ഇതാരറിയാം? നമ്മളെ കൂട്ടത്തിലെ രണ്ടാമത്തെ പൂക്കി പാരീസ് മാനേജർ പൂക്കി. പാരീസിനെ തൂക്കി, അവന്റെ വീട്ടിൽ പോയി തൂക്കി. ഇത് പാരീസിന്റെ അനിയൻ. അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിലെത്തിയിട്ടാണ്. വിന്റർ ഫീൽ റിസോർട്ടിലെത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് വീണ്ടും പോയി നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് പറഞ്ഞത്. എടാ അവരുണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് റിസോർട്ട് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞേ പിന്നെ നമ്മൾക്ക് ഇത് റെഡിയാക്കി തന്നു. ആദ്യം നമ്മൾ മൂന്നാർ പോകാൻ പ്ലാൻ ഉണ്ടായത്. പിന്നെയാണ് ആലപ്പുഴ വന്ന് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ മൂന്നാർ പോകാനൊക്കെ ഉള്ള രീതിയിൽ മാറിയത്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇവർ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു. ഓൾ സെറ്റാണ്, അടിപൊളിയാണ്. റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യും. റിസോർട്ടിലൊരു ആന നോക്കൂ. ആ എനിക്ക് തോന്നി ഭയങ്കര ലൈറ്റ്. നമ്മളെ അയാൻ എന്താ പറയണ്ടത്? എന്നാ വേണേ ഭയങ്കര ഒരു ഇതാട്ടാ. ഇവനാ ഓർഡർ ചെയ്യുന്നത്. എന്നാലും ഏട്ടൻ്റെ ഒരു പെർമിഷൻ ചോദിച്ചിട്ട് അവനെ ഓർഡർ വേറൊരു സംഭവം. ഇവരാണ് നമ്മളെ ബ്രാൻഡ് ഇങ്ങനെ കൊണ്ട് പോകുന്ന ആൾക്കാർ. വേറൊരു സംഭവം അല്ല, നിന്റെ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്ക്. ഇവര് ഫ്ലൈറ്റ് എന്താ പറയാ, ദുബായിന്ന് കൊച്ചിയിലേക്ക്. അത് ഫുള്ളായിട്ട് അവരൊരു ഓപ്ഷൻ കൊടുത്തു. അതായത് ഇവൻ 3-ാം തീയതി പുലർച്ചെ അല്ല 8 മണിക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇവന്റെ ഫ്ലൈറ്റ് ഉള്ളത്. അത് ഫുള്ളായതുകൊണ്ട് അവരൊരു ഓപ്ഷൻ കൊടുത്തു. നാളെ ആക്കി കഴിഞ്ഞാൽ ഇവര് ഫുള്ള് ഒരു വർഷത്തേക്ക് എവിടെയെങ്കിലും ഫുൾ റൗണ്ട് ട്രിപ്പ് പിന്നെ എമിറേറ്റ്സിൽ പോവാന്നുള്ള രീതിയിൽ അവർ സെറ്റാക്കി കൊടുത്ത്. പക്ഷെ ഇവൻ പറഞ്ഞു ഇല്ല, ഇറക്കേണ്ട ടീം മീറ്റിംഗ് ഉണ്ട്. ഡെഡിക്കേഷൻ ലെവൽ 100 ബ്രോ. ഇവൻ എന്നിട്ട് വന്നു. എന്നിട്ട് ആ ഇത് എമിറേറ്റ്സിന്റെ ഓഫർ എനിക്ക് വേണ്ട, നിരസിച്ചു, റിജക്റ്റഡ്. എന്നിട്ട് ഇവൻ നമ്മുടെ അടുത്ത് വന്നു. ബ്രോ പൈസ ഇനി ഒരു ദിവസം ട്രാവൽ ചെയ്യാൻ പൈസ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ശ്രീരാഗ് പോയി. അതാ. പക്ഷെ ഹാഷിറിന്റെ കഴിവ്, ബൾബ് ഒന്ന് വർക്കാവുന്നുണ്ടായിട്ട് അന്നേരം ഹാഷിർ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ വലിച്ചു ഊരി. ഇപ്പൊ രണ്ടും വർക്കാവുന്നില്ല. ഇപ്പൊ വെറുതെ വെക്കുന്നോണ്ട് ഇപ്പം തന്നെ വ്ളോഗ് എടുക്കാൻ തോന്നുന്നു. വീണ്ടും ഒരേ കളറല്ലേ ശ്രീഹരിയാണ് വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു തീർന്നിട്ടാ. ഇവരോട് വന്നിട്ട് ഇത് പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഇവരെല്ലാവരുമാണ് നമ്മളെ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. ഒരു ഓർഡർ വന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നത്, കസ്റ്റമർ സർവീസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്, ഫുള്ള് ടാക്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അക്കൗണ്ടിങ് നോക്കുന്നത്, വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഇതെല്ലാം ഇവരെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെൻ്റെ പിള്ളേരാണ് ഇതെല്ലാവരും മുത്തുമണികൾ. അതാ ഈ ഒരു കുരിപ്പ് നശിപ്പിച്ചു. അത് ഏത് കുരിപ്പാ? അത് നമുക്ക് ഇനി റൂം എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജെനുവിൻ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ പോവാ. അത് വേറെ കാര്യമുണ്ട്. വേറെ കാര്യമുണ്ട്. പിന്നെ ഫാരിസിന്റെ ഉപ്പയും അതിൽ സഹായിച്ചിട്ടുണ്ട്. ഫാരിസിന്റെ ഉപ്പനോട് വലിയൊരു താങ്ക്സ്. ഫാരിസിന്റെ ഉപ്പേനോട്, ഫാരിസിനോടല്ല. ഇത് ആയിരിക്കാൻ വേണ്ടി നല്ല റൂം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? നമുക്ക് എല്ലാ ലെവലിലേക്ക് ഇത് രണ്ട്. അയാൻ എന്റെ റൂം, ഹാനാനും എന്റെ റൂം.
ഇത് രണ്ടും പിന്നെ ഒന്ന് അവിടെയാണെന്ന് പറഞ്ഞു. AC ഉണ്ട്, നല്ല കർട്ടൻ, നല്ല ഫ്രഷ്നെസ്, നല്ല റൂമിൽ നല്ല ഫ്രഷ്നെസ്. നൈസ്. താങ്ക് യു സോ മച്ച്. ഒരു നമ്മള് ആക്ച്വലി മൂന്നാറിൽ നിന്ന് സ്റ്റേ അടിക്കാന്ന് വെച്ചല്ലേ? ഇതൊരു വൈബ് അല്ല, മൂന്നാറിലും അല്ല, ഹൗസ് ബോട്ട് ഉണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഹൗസ് ബോട്ട് രാവിലെയാണ്. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയിരുന്നു. എന്റെ മിസ്റ്റേക്ക് ആണ്. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ. അവൻ നമ്മൾ വ്ളോഗ് ചെയ്യുന്നു. മിനി വ്ളോഗാ. ഗൈസ്, യെസ്, ഗുഡ് റൂം, ക്ലീൻ റൂം. ഗുഡ് റൂം, ബെഡ്റൂം, ക്ലീൻ റൂം, റെസ്റ്റ് റൂം. ഇവിടുത്തെ റിസോർട്ട് സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. നിന്റെ അല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സെപ്പറേറ്റ് വീട്. പിന്നെ എവിടെ പോയാലും എന്തെല്ലോ പഞ്ചസാര എല്ലാം എടുത്ത് പോക്കറ്റ് ഇടുന്നുണ്ട്. പഞ്ചസാര എടുത്ത് പോക്കറ്റ് ഇട്ടോ? ഇട്ടു ഞാനോ ഇവനാ വായിച്ചോക്കും ബ്രൗൺ ഷുഗർ. രണ്ട് റൂമിൽ ഇവനാണേ. അല്ല, ഇവനുണ്ടാകുന്നത് എനിക്ക് ഉപകാരമാണ്. അതെ, മെലിഞ്ഞോണ്ടാ. അല്ലല്ല, റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആരെയും പറയണ്ട, നമുക്കറിയാലോ. എന്നെ പറയില്ല. പ്രൊഡക്റ്റ് ആഡ് ചെയ്തോന്ന് റിസോർട്ടിന്റെ ഇടയിൽ അവർക്ക് വർക്കാണ് അവരുടെ മെയിൻ. എടാ, പ്രൊഡക്റ്റ് ആഡ് ചെയ്താ നിനക്ക് 2 സാധനം കൂടി. മറ്റേ മുട്ടായി. ഇവര് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കി, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു ഫാരിസിനെ എടുത്തു. വീട്ടിലേക്ക് 2 എടുത്ത് വെച്ചിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, വെയിറ്റ് ചെയ്യും. 2 കൂടി ഉണ്ട് ഫാരിസിനുള്ളതാണ്. വണ്ടി കയറിയപ്പോ പാർക്ക് ചെയ്യുമ്പോ അതിന് കൊടുത്താ 10 മണി വരെയാണ് ആക്ച്വലി പൂൾ. 10 മണി വരെയാണ് ആക്ച്വലി പൂൾ. 11 മണി വരെ നമ്മൾ ലേറ്റ് ആയി വന്നുകൊണ്ട് അവരൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 11 മണിയിൽ നിൽക്കുന്നത്. റെഡി ആയിട്ട് ഫുൾ ടൈം ഗൈസ്, പൂളെത്തി. ചാടിക്കോ. ചാടുന്ന ഉദ്ഘാടനം കഴിച്ചു. നമുക്ക് വീട്ടിൽ പോവാ. ഫോൺ ഇടാ നമുക്ക്. നിന്റെ അല്ലേ? എന്റെ ഫോണിൽ ശരിയാക്കിയാലും കുരുപ്പ ഞാനൊന്ന് മുക്കും. ബാക്കി ഓക്കെ, താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ തോർത്തൊന്നും എടുത്ത് ഇനി നിന്റെ പേരിലേക്ക് മെസ്സി വന്നോ? വീഡിയോഗ്രാഫർ ഇതെന്താടാ പ്രേതാ? എടാ, ഇപ്പൊ പാർട്ട് ടൈം അടിക്ക് വന്നിട്ട് കേട്ടാ. ഇതൊക്കെ പാർട്ട് ടൈം പ്രേതം. എന്താണ് ഇത്? അയ്യോ മുക്കി എല്ലാത്തിനും മുക്കല്ലേ. ഇവിടെ ഓനെ നീന്തലടിക്കും, ഓന് നീന്തലറിയാം. അയ്യോ, അന്നടാ സേമിയ പായസ. അതാ, ഓക്കെ. അതാ ചിക്കൻ പീസ്, സൈലൻസ്, KFC വന്നിട്ടുണ്ട്. KFC കെച്ചപ്പ് ഉണ്ടാ? എന്ത് സോസാ ഇത്? എന്തോ സോസ് സിറാച്ച സോസാ? All the bones going to see, vlog എല്ലാ ബോണിലുണ്ടാണ്. ഓ, ഏതാ ചിക്കൻ കാല്? എടാ, നേരത്തെ ശീല കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അതെ. നീ പ്രതീക്ഷിച്ചാലും കൂടുതൽ ചിരിച്ചില്ലേ? നിന്റെ തലേന്റെ ബാക്കിൽ തെങ്ങിടാ പൊളി. ഗൈസ്, ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതായിട്ട് മൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3 ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ വരുന്ന വീഡിയോസിൽ ഇനി കാണുന്നതായിരിക്കും. പിന്നെ ഏട്ടൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്
ഒരു വീഡിയോ അടിപൊളി വീഡിയോ ആണ്, അത് മിസ്സായി, അതിൻ്റെ SD കാർഡ് കറക്റ്റായി എന്നല്ല, അതെല്ലാം കിട്ടി. ആ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ മുന്നേ കണ്ടത്. മനസ്സിലായോ? സർപ്രൈസ് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റായത് റിക്കവർ ചെയ്ത് നമുക്ക് കിട്ടി. അപ്പം അതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഇതന്നെയാണ് വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, നിങ്ങളെല്ലാവരും പോയി ഫോളോ ചെയ്യണം. അപ്പോൾ അറിയണ്ടല്ലോ, അറിയാലോ. അപ്പോൾ പിന്നെ